ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 നവംബർ 15 മുതൽ 30 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഭാഷാചരിത്ര പണ്ഡിതനും നിരൂപകനുമായ ഡോക്ടർ S.K. വസന്തന്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഭാഷാചരിത്ര പണ്ഡിതനും നിരൂപകനുമായ ഡോക്ടർ S.K. വസന്തന്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. റാബർട്ട് ഫിക്കോ സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരത്തിലേറി. റാബർട്ട് ഫിക്കോ സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരത്തിലേറി. നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ പടയുടെ കമാൻഡിംഗ് ഓഫീസറായി മലയാളിയായ റിയർ അഡ്മിറൽ CR പ്രവീൺ നായർ ചുമതലയേറ്റു. നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ പടയുടെ കമാൻഡിംഗ് ഓഫീസറായി മലയാളിയായ റിയർ അഡ്മിറൽ CR പ്രവീൺ നായർ ചുമതലയേറ്റു. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരമായി ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ്. അനുവദനീയമായ സമയത്തിനുള്ളിൽ ക്രീസിലെത്തി മത്സരത്തിന് തയ്യാറാകാത്തതിനാണ് പുറത്തായത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരമായി ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ്. അനുവദനീയമായ സമയത്തിനുള്ളിൽ ക്രീസിലെത്തി മത്സരത്തിന് തയ്യാറാകാത്തതിനാണ് പുറത്തായത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഹീരാലാൽ സമരിയ സ്ഥാനമേറ്റു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഹീരാലാൽ സമരിയ സ്ഥാനമേറ്റു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ്. ഇലോൺ മസ്കിന്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഇലോൺ മസ്കിന്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന T. പത്മനാഭന്. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന T. പത്മനാഭന്. കേരളപ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവന ജസ്റ്റിസ് M. ഫാത്തിമ ബീവിക്ക്. കലാമേഖലയിലെ സമഗ്ര സംഭാവന സൂര്യകൃഷ്ണമൂർത്തിക്ക്. കേരളപ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവന ജസ്റ്റിസ് M. ഫാത്തിമ ബീവിക്ക്. കലാമേഖലയിലെ സമഗ്ര സംഭാവന സൂര്യകൃഷ്ണമൂർത്തിക്ക്. കേരളശ്രീ പുരസ്കാരം സാമൂഹിക സേവന മേഖലയ്ക്ക് പുനലൂർ സോമരാജന്. ആരോഗ്യ മേഖലയ്ക്ക് ഡോക്ടർ VP ഗംഗാധരൻ. വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് രവി DC. സിവിൽ സർവീസ് മേഖലയ്ക്ക് KM ചന്ദ്രശേഖർ. കലാസംഗീതം രമേശ് നാരായണന്. കേരളശ്രീ പുരസ്കാരം സാമൂഹിക സേവന മേഖലയ്ക്ക് പുനലൂർ സോമരാജന്. ആരോഗ്യ മേഖലയ്ക്ക് ഡോക്ടർ VP ഗംഗാധരന്. വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് രവി DC. സിവിൽ സർവീസ് മേഖല KM ചന്ദ്രശേഖരന്. കലാസംഗീതം രമേശ് നാരായണൻ. ഫെയ്സ് മാതമംഗലം ഏർപ്പെടുത്തിയ 8ാമത് കേസരി നയനാർ പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തക KK ഷാഹിനയ്ക്ക്. ഫെയ്സ് മാതമംഗലം ഏർപ്പെടുത്തിയ 8ാമത് കേസരി നയനാർ പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തക KK ഷാഹിനയ്ക്ക്. ഫ്രണ്ട്സ് എന്ന TV പരമ്പരയിലൂടെ പ്രശസ്തനായ നടൻ മാത്യു പെറി അന്തരിച്ചു.
ഫ്രണ്ട്സ് എന്ന TV പരമ്പരയിലൂടെ പ്രശസ്തനായ നടൻ മാത്യു പെറി അന്തരിച്ചു. എഴുത്തുകാരിയും സംഗീതജ്ഞയുമായ പത്മശ്രീ പ്രൊഫസർ ലീല ഓംചേരി അന്തരിച്ചു. എഴുത്തുകാരിയും സംഗീതജ്ഞയുമായ പത്മശ്രീ പ്രൊഫസർ ലീല ഓംചേരി അന്തരിച്ചു. കവിയും അധ്യാപകനുമായിരുന്ന പട്ടിരത്ത് ഗോപിനാഥൻ നായർ അന്തരിച്ചു. മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവിയും അധ്യാപകനുമായിരുന്ന പട്ടിരത്ത് ഗോപിനാഥൻ നായർ അന്തരിച്ചു. മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹാസ്യ കലാകാരനും നടനുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചു. ഹാസ്യ കലാകാരനും നടനുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചു. ഇതോടെ 2023 നവംബർ 15 മുതൽ 30 വരെയുള്ള PC ബുള്ളറ്റിൽ വന്ന എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2023 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഡോക്ടർ SK വസന്തന്. അടുത്ത ക്വസ്റ്റ്യൻ, 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഏത്? ഉത്തരം കെടാവിളക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരമാര്? ഉത്തരം ഏഞ്ചലോ മാത്യൂസ്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നില്ല. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്: എലോൺ മസ്കിന്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്ത്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.